അങ്ങനെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാളിൽ വരെ വന്നതാട്ടോ. അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് അങ്ങനെ പോയി കണ്ണടിയിലൊക്കെ നോക്കി കുറച്ച് സ്റ്റൈലൊക്കെ ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മാളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളതൊന്നും എടുക്കൂല, ആവശ്യമില്ലാത്തതെല്ലാം വാരി കൂട്ടി ഇടുകയും ചെയ്യും. നല്ല ബില്ലും ആവും, 8ന്റെ പണിയും കിട്ടും എന്നുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തു കൂടെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ ഇങ്ങനെ നിരങ്ങി നടന്ന് ഓഫറുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടോ വന്നത്. വലിയ ഓഫറുകളൊന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസം. പഴത്തിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നേ. 85 രൂപ എന്നുള്ളത് 54 ആയേ. ഈ ബത്തയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നൊന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. തട്ടി നോക്കി മുട്ടി നോക്കി മുറിച്ച് വെച്ചിട്ടുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബത്തയ്ക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു ചെറുത് വാങ്ങിച്ച് കൈക്കലാക്കി കേട്ടോ. പിന്നെ അടുത്ത സ്ഥലത്ത് പോയി അടുത്ത സംഭവങ്ങൾ മേടിച്ചു. അങ്ങനെ ഓരോന്ന് വാങ്ങിക്കൂട്ടിയേ. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ എന്തൊക്കെയാണോ വിലക്കുറവിൽ കണ്ടത് അതെല്ലാം വാങ്ങിച്ചു. കുറച്ച് മുട്ടയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വന്നതാട്ടോ. പോകാൻ നേരം ആയപ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാം നിറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ബീഫും കുറച്ച് ചിക്കനും കുറച്ച് മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടന് ഈ സുനാൽഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂട്ടും 2 വാങ്ങിച്ചു. ചപ്പാത്തിക്കൊക്കെ 33 രൂപ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തു. അങ്ങനെ കണ്ണി കണ്ടതെല്ലാം വാരിക്കൂട്ടി ഞങ്ങൾ അവിടുന്ന് കണ്ടതെല്ലാം വാങ്ങിച്ചു പോകുന്നു കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.